ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മീൻ റോസ്റ്റിൻ്റെ ഒരു റെസിപ്പിയുമായാണ്. ചോറിൻ്റെ കൂടെ, അപ്പത്തിൻ്റെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ, ദോശയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. നെയ്ച്ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണിത്. വേറെ കറികളൊന്നും വേണ്ട. നമ്മുടെ കുട്ടികൾക്ക് സ്കൂളിൽ പോകുമ്പോഴോ നമ്മൾ ജോലിക്ക് പോകണമെങ്കിലോ നമ്മൾ തോനെയും കറിയൊന്നും വേണ്ട, ഈ ഒരൊറ്റ കറി മതി. മീൻ റോസ്റ്റ് എങ്ങനെ നമുക്ക് തയ്യാറാക്കാമെന്ന് നോക്കിയാലോ. നമുക്കത് തയ്യാറാക്കാനായിട്ട് ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിനകത്ത് 2 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക, 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക, 1 ടീസ്പൂൺ പെരുംജീരകപ്പൊടി ഇട്ട് കൊടുക്കുക, വലിയ ജീരകം. ഇനി അതിനാവശ്യമായ ഉപ്പ്, അത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് വെളിച്ചെണ്ണ. ഇനി നമുക്കൊരു ചെറിയ നാരങ്ങയുടെ അരമുറി നാരങ്ങ എടുത്ത് അതിനകത്തോട്ട് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടെ നമ്മളൊന്ന് മിക്സ് ചെയ്ത് നമ്മൾ കണ്ടിച്ച് കഴുകിയൊക്കെ വെച്ചിട്ടുണ്ട് ആ മീനിനകത്തോട്ട് പുരട്ടി ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചേക്കാം. അരമണിക്കൂർ ഇരുന്നാൽ അത്രയും നല്ലത്. നമുക്ക് എന്തെങ്കിലും കൂടെ കൊണ്ടുവന്ന് കുത്തി കൊടുത്താൽ ആ അരപ്പും ഉപ്പും എല്ലാം ഉള്ളിലും എല്ലാം നല്ലതുപോലെ പിടിക്കുമെന്ന്. ഇത് നമ്മൾ തലേന്നൊക്കെ ഇങ്ങനെ മീൻ വാങ്ങിച്ച് കഴുകി വൃത്തിയാക്കി ഇങ്ങനെ അരപ്പും പുരട്ടി ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ രാവിലെ കുട്ടിയൊക്കെ സ്കൂളിൽ പോകാനോ നമുക്കൊക്കെ ജോലിക്ക് പോകാനോ ഒക്കെ ആണെങ്കിൽ എളുപ്പം നമുക്ക് തയ്യാറാക്കാം. ഇങ്ങനെ അരപ്പ് പുരട്ടി അങ്ങ് ഫ്രിഡ്ജിനകത്തോട്ട് വെച്ചിരുന്നാൽ മതി. നമുക്ക് രാവിലെ എടുത്താൽ മതി. വേറെ കറികളൊന്നും ഇല്ലെങ്കിലും നല്ലതാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണിത്. ഇനി നമുക്കൊരു പാത്രം എടുത്തിട്ട് അതിനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുക. അതിൻ്റെ പുറത്ത് തന്നെ നമുക്ക് മീനും കൂടെ വെച്ച് വറുത്ത് കോരി എടുക്കാമല്ല. മീനെല്ലാം വറുത്ത് കഴിഞ്ഞ് നമുക്ക് ആ എണ്ണയിലേക്ക് തന്നെ ഒരു 10-12 വറ്റൽമുളക് അതിനകത്തോട്ടിട്ടൊന്ന് മൂപ്പിച്ച് ഒരു പാത്രം ഒന്നും നനഞ്ഞിരിക്കരുത്. പാത്രത്തിനകത്തോട്ട് നമുക്ക് കോരി ഊറ്റി വെച്ചേക്കാം. അതവിടെ ഇരുന്നൊന്ന് തണുക്കുമ്പോഴത്തേക്ക് നമുക്ക് കൈവച്ച് തന്നെ പൊടിച്ചെടുക്കാം. ഇല്ലെങ്കിൽ ജാറിലോട്ടിട്ടൊന്ന് അടിച്ചെടുത്താലും മതി. നല്ലോണം അടിക്കരുത്. ഇനി ഈ എണ്ണയും നമ്മൾ കളയുന്നില്ല. ഇനി വേറൊരു പാത്രം വെച്ച് കൊടുത്തിട്ട് ആ എണ്ണ ഊറ്റി അങ്ങോട്ട് ഒഴിക്കുക. തെളിവ് മാത്രം ഒഴിച്ചു കൊടുക്കുക. അപ്പം ബാക്കി കുറച്ചെണ്ണ ഒഴിച്ചാൽ മതിയല്ലോ. ബാലൻസ് എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുക. അത് വഴി ആ എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചത് ഇട്ട് കൊടുത്ത് അതും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ഇടാം. ഇനി നമ്മൾ 2 സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കാം. അതിൻ്റെ കളറൊക്കെ ചെറുതായിട്ടൊന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് 2 തക്കാളി അരിഞ്ഞ് വെച്ചതും കൂടി ഇട്ട് കൊടുക്കാം. നെയ്ച്ചോറൊക്കെ വയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇറച്ചിക്കറി തന്നെ വേണമെന്നില്ല. ഈ ഐറ്റം ഉണ്ടെങ്കിൽ അത് മതി. ഇനി ഇതൊന്ന് അടച്ചു കൊടുക്കാം. ഇതിൽ നമ്മൾ ഉപ്പ് ഇട്ടിട്ടില്ലായിരുന്നു. ഇനി ആവശ്യമായ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഞാൻ
ഞാൻ പഴലുപ്പാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഞാൻ എല്ലാ കറിക്കും പഴലുപ്പാണ് ഒഴിക്കുന്നത്. അതുകൊണ്ടാണ് അതിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുത്തത്. ഉപ്പൊക്കെ ഇട്ടിനിപ്പോൾ ഒന്നും കൂടെ ഒന്ന് അടച്ചു വെച്ചൊന്ന് ഒന്നും കൂടെ ഒന്ന് വേവിക്കാം. ഇതിലേക്ക് 2 പച്ചമുളക് കട്ട് ചെയ്ത് അതും കൂടി ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഒന്നും കൂടെ ഇതെല്ലാം കൂടെ ഒന്ന് മൂക്കട്ട്. ഇതെല്ലാം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കൊരു സ്വല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇച്ചിരി ഇത് ഗ്രേവിയൊക്കെ ഇച്ചിരി ലൂസായിട്ടിരിക്കണമെങ്കിൽ നിങ്ങൾക്ക് അതനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാൻ കുറച്ച് വെള്ളമേ ഒഴിക്കുന്നുള്ളൂ. നമ്മൾ ഇതിനകത്ത് ഇനി പുളിയൊന്നും പിഴിഞ്ഞൊഴിക്കുന്നില്ല. തക്കാളി ഇട്ടിട്ടുണ്ട്. എങ്കിലും ചെറിയൊരു പുളിക്ക് വേണ്ടി കുറച്ച് വിനാഗിരി, സ്വല്പം വിനാഗിരി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ വറുത്ത് വെച്ച വറ്റൽമുളക് അതൊന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് കൈവച്ച് ഞെവിടി അതിനകത്തോട്ട് ഇതും കൂടി ഇട്ട് കൊടുക്കാം. മിക്സിയിൽ ജാറിൽ വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. ഇതിപ്പം ജാറിൽ പൊടിക്കേണ്ട, നമ്മളെ കൈ വെച്ചത് ഇങ്ങനെ ഒന്ന് പൊടിക്കുമ്പോൾ പെട്ടെന്ന് പൊടിഞ്ഞിഞ്ഞ് വരും. അതും കൂടെ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇനി അരപ്പെല്ലാം പിടിച്ചൊന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ഇതിന് കുറച്ച് ഗ്രേവി നമുക്ക് ഒരു സൈഡിലോട്ടൊന്ന് മാറ്റി വയ്ക്കാം. എന്നിട്ട് ബാക്കി അങ്ങോട്ട് നിരത്തി വെച്ചിട്ട് ഈ മീൻ പറക്കി അതിൻ്റെ മേളിലോട്ട് വെച്ച് കൊടുക്കാം. ഈ അരപ്പൊക്കെ നിങ്ങൾക്ക് കുറച്ചും കൂടെ ലൂസായിട്ടിരിക്കണമെങ്കിൽ കുറച്ച് വെള്ളവും കൂടെ ഒന്ന് ഒഴിച്ചെടുത്ത് ഒന്ന് ചൂടാക്കി എടുക്കുക. ഞാനിപ്പോൾ എനിക്കിതിപ്പോൾ ഇങ്ങനെ മതി, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. ഇനി ഇത് നമുക്ക് ഒരു ചെറിയ തീയിലിട്ട് ഒരു 5 മിനിറ്റും കൂടെ ഇങ്ങനെ ഒന്ന് വെച്ചേക്കാം. അപ്പം ഈ അരപ്പും ഇതിൻ്റെ ഉപ്പും പുളിയും എല്ലാം ഈ മീനിലോട്ടൊന്ന് പിടിക്കും. നല്ല രസമാണ് കഴിക്കാൻ. നിങ്ങളെല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം. ഒരു പ്രാവശ്യം ചെയ്ത് നോക്കിയാൽ വീണ്ടും വീണ്ടും ഇത് ചെയ്ത് നോക്കും, തീർച്ചയാണ്. നെയ്ച്ചോറ് കഴിക്കാനാണെങ്കിൽ ഇത് ബെസ്റ്റാണ്. ഏത് മീനിൽ വേണമെങ്കിലും നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. പിന്നെ നെയ്ച്ചോറൊക്കെ ആകുമ്പോൾ ഇച്ചിരി മാംസമുള്ള മീനൊക്കെ ആയിരിക്കും നല്ലത്. നിങ്ങളിതെല്ലാവരും ഒരു ട്രിപ്പ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങളിത് വീണ്ടും വീണ്ടും ചെയ്തു. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോയുമായി അടുത്ത ദിവസം വരുന്നതായിരിക്കും.